ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽ വാഴക്കയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഏത്തപ്പഴമാണ്. നല്ലതായിട്ട് പഴുത്ത 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റൗ ഓണാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂസ് അതിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. കാഷ്യൂസ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം അത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് റേസിൻസും കൂടെ ഇതിലോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഒരു 2-3 മിനിറ്റ് ഇതിലോട്ട് നെയ്യുമായിട്ട് യോജിപ്പിച്ചൊന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ ഏത്തക്കയും നമ്മൾ നെയ്ക്കകത്തിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ചവ്വരി, 1/4 കപ്പ് ചവ്വരിയാണ്. ഇത് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1.5 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചവ്വരി കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. കുക്കായതിനു ശേഷം അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1/2 ലിറ്റർ പാൽ. ഞാനിത് പാല് മാത്രമാണ്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് പാല് മാത്രമാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തു. എനിക്കിപ്പം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച നെയ്യിൽ ഇത് ചെയ്ത് വെച്ച പഴം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് വേവിക്കാം. ഇതിനിടയ്ക്ക് നമ്മൾ മധുരം നോക്കണം. മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി അതും കൂടി ഇതിനകത്ത് ഇട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പാൽ വാഴയ്ക്ക ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുറുകണ്ട, കാരണം ചവ്വരി ഇട്ടത് കാരണം അത് ഇരുന്ന് കുറുകും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കാഷ്യൂം റേസിൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുപ്പിൽ നിന്നും ഇത് വാങ്ങുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ ഏലക്ക പൗഡർ, ഒരു 3/4 ടീസ്പൂൺ ഏലക്ക പൗഡർ, അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ വാനില എസൻസ് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാൽ വാഴയ്ക്ക ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഏത്തപ്പഴത്തിൻ്റെ പീസാണ്. അത് ഞാനൊരു ഗാർണിഷിന് വേണ്ടി വെച്ചിരുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാൽ വാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.